വലിയ സമ്മർദ്ദത്തിലാണ് സംസ്ഥാനത്തെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്ന കാര്യം പറയാതെ വയ്യ. പുലർച്ചെ തുടങ്ങുന്ന ജോലിയാണ്. നിശ്ചിത എന്യൂമറേഷൻ ഫോറം ഓരോ ദിവസവും വിതരണം ചെയ്യണം എന്ന കടുത്ത നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്. ആ ടാർഗറ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അവരെ വൈകുന്നേരം ഗ്രൂപ്പുകളിൽ അപമാനിക്കുന്ന സ്ഥിതിയുണ്ട്. ഇവർ വീട് തിരക്കി പോകുമ്പോൾ ഒരു കുടുംബത്തിലെ തന്നെ പല അംഗങ്ങളും അവർ പല ബൂത്തുകളിലാണ്, മറ്റു പല ബൂത്തുകളിലുമാണ് എന്ന കാര്യം അപ്പോഴവർ തിരിച്ചറിയുന്നുണ്ട്. ഇതിനിടയിൽ ഈ വോട്ടർമാരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കേണ്ടതുണ്ട്. പലതവണ അവരെ വീണ്ടും ബന്ധപ്പെടുന്നുണ്ട് ഈ സംശയ നിവാരണത്തിനായി. അങ്ങനെ ആ നിലയിലുള്ള, മാത്രമല്ല ഒരു വീട് കണ്ടെത്തി അടുത്ത വീട്ടിലേക്ക് കയറുമ്പോഴായിരിക്കും ആ വീട് മറ്റൊരു ബൂത്തിലാണ് എന്ന കാര്യം അറിയുന്നത്. അങ്ങനെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കാര്യത്തിൽ അത് വൈകുന്നേരം തന്നെ ഇതെല്ലാം എൻ്റർ ചെയ്ത് കൈമാറേണ്ടതുമുണ്ട്. അങ്ങനെ രാത്രി വരെ നീളുന്ന ഒരു ജോലിയായി മാറിയിരിക്കുകയാണ്. അടുത്ത ദിവസം കയറേണ്ട വീടുകളെ സംബന്ധിച്ചൊക്കെ ഏത് വഴിയാണ് പോകേണ്ടതെന്നൊക്കെ പിന്നീട് സന്ധ്യയോടുകൂടിയൊക്കെ ഇരുചക്ര വാഹനങ്ങളിൽ പോയി വഴി മനസ്സിലാക്കി വയ്ക്കുന്ന ചില BLOമാരുണ്ട്. അങ്ങനെ BLOമാരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. അനീഷ് ജോർജ് അതിൻ്റെ ഈ സമ്മർദ്ദത്തിൻ്റെ ഒരു രക്തസാക്ഷി എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ അനീഷ് ജോർജിൻ്റെ കരിവള്ളൂർ ഏറ്റുകുടുക്കയിലെ വസതിയിൽ നിന്ന് അരുൺ പാറക്കൽ ചേരുകയാണ്. അരുൺ, അനീഷ് ജോർജിൻ്റെ കുടുംബം നേരത്തെ തന്നെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നതാണ്. ജില്ലാ കളക്ടറോട് 2 തവണ നേരിട്ട് കണ്ട് ഈ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടില്ല, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളാണ് അവർ ഈ സമ്മർദ്ദം, അനീഷ് ജോർജിന് മേൽ സമ്മർദ്ദം ചെലുത്തിയത് എന്ന കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടൊന്നും സമീപിച്ചിട്ടില്ല എന്നൊക്കെ കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട്. എന്താണ് അനീഷ് ജോർജിൻ്റെ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തോടൊക്കെ പ്രതികരിക്കുന്നത്? അരുൺ. ദിലീപ് കുമാർ, പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 18 BLO ആയിരുന്നു അനീഷ് ജോർജ്. അനീഷ് ജോർജിന് ആകെ 1065 എന്യൂമറേഷൻ ഫോമുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 240 എണ്ണം മാത്രമാണ് ഇനി ഡാറ്റ എൻട്രി ചെയ്യേണ്ടതുള്ളത്. 50 എണ്ണം മാത്രം വീടുകളിലേക്ക് നൽകാനുണ്ട്. വലിയ സമ്മർദ്ദമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് രാവിലെയും അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ അനീഷ് ജോർജിനെ വിളിച്ച് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചിരുന്നു എന്നാണ് ജില്ലാ കളക്ടർ റിപ്പോർട്ടുള്ളത്. അതായത് ജോലിഭാരം ഉണ്ടായിരുന്നില്ല, മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല, വ്യക്തിപരമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണമെന്നും ജില്ലാ കളക്ടർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. സഹോദരി ഭർത്താവ് ഷൈജുവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നേരത്തെ തന്നെ 2 തവണ ജില്ലാ കളക്ടറെ ഇതുമായി ബന്ധപ്പെട്ട് അനീഷ് ജോർജ് കണ്ടിരുന്നു. തന്നെ ഈ ജോലിയിൽ നിന്ന് മാറ്റിത്തരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അതൊന്നും നീക്കാൻ, ആ ജോലിയിൽ നിന്ന് മാറ്റാൻ, അനീഷ് ജോർജിനെ മാറ്റാൻ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തയ്യാറായില്ല എന്നാണ് ഈ ഷൈജു നേരത്തെ പറഞ്ഞത്. അതുമാത്രമല്ല, നിരന്തരമായ സമ്മർദ്ദമുണ്ടായിരുന്നു. ആ സമ്മർദ്ദത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് ഉറക്കം പോലും നഷ്ടപ്പെട്ടു. പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് പോലും കൃത്യസമയത്തല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 2 മക്കളാണ്, 5 വയസ്സും 12 വയസ്സുമുള്ള 2 മക്കളാണ്. ഈ കുട്ടികൾക്ക് അസുഖമായപ്പോൾ പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ വീടുകളിലേക്ക് എത്തിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ ഉണ്ടായിരുന്നു. അത് കൃത്യമായി നടത്തണമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയതെന്ന് ഷൈജു പറയുന്നുണ്ട്. എന്തായാലും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.